ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ കാര്യങ്ങളുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഓപ്പൺ ബോർഡ് എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഓപ്പൺ ബോർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നും അതിൻ്റെ ബേസിക് ടൂൾസ് എന്തൊക്കെയാണെന്നും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർക്കായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്, അതൊന്ന് കാണുക. എല്ലാവരും ഓപ്പൺ ബോർഡ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിശ്വസിക്കട്ടെ. ഓപ്പൺ ബോർഡിൻ്റെ വളരെ രസകരമായ, വളരെ ഉപകാരപ്രദമായ മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഓപ്പൺ ബോർഡ് തുറക്കാം. ആപ്ലിക്കേഷനിൽ, എഡ്യൂക്കേഷനിൽ ഓപ്പൺ ബോർഡ് തുറന്നു വരികയാണ്. നമ്മളിപ്പോൾ ഇതിന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബ്ലാക്ക് ബോർഡായിട്ടാണ് ഉപയോഗിച്ചത്. അതെങ്ങനെയാണ് മാറ്റുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ടെക്സ്റ്റിൻ്റെ PDF കോപ്പി ഉപയോഗിച്ച് എങ്ങനെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. അതിന് ഇവിടെ ഷോ ഡെസ്ക്ടോപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഡെസ്ക്ടോപ്പിലുള്ള PDF കോപ്പി ഓപ്പൺ ചെയ്യുന്നു. ഇനി നമുക്കിത് വളരെ ഉപകാരപ്രദമായി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരുപാട് ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വരയ്ക്കുകയും ഹൈലൈറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ലേസർ ടൂൾ ഉപയോഗിച്ച് മാർക്ക് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ പറയുകയും ഒക്കെ തന്നെ ചെയ്യാം, ടൈപ്പ് ചെയ്യാം. ബാക്കി എല്ലാ സ്റ്റൈലസ് എന്ന് പറയുന്ന ടൂൾ ബോക്സിൽ നിന്ന് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ചെയ്യാം. ഇനി ഇതിൽ നിന്നും തിരിച്ചു പോകാൻ ഇവിടെ ഷോ ഓപ്പൺ ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് തിരിച്ച് ഓപ്പൺ ബോർഡിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ രസകരമായ മറ്റു ചില ടൂൾസിനെയാണ്. ഇവിടെ ഒരു ടൂൾ ബോക്സ് നമ്മൾ കണ്ടു, അത് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുന്നു. ഇനി ഇതിനകത്തുള്ള ഓരോന്നായി നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ഒരു ഓഡിയോ എന്ന് പറയുന്ന ഒരു ബോക്സ് കാണാം. ഇതിനകത്ത് നമ്മൾ ഓഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഓഡിയോ പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാം, എന്നിട്ട് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും, ഇനി അതല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച ഒരു ഓഡിയോ ഇവിടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് വേണ്ടെങ്കിൽ ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ കോർണറിൽ ഒരു ഇൻറ്റു മാർക്ക് കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ ഹോമിലേക്ക് തിരിച്ചു വരാൻ ഇവിടെ ഹോമിൻ്റെ ഒരു ഐക്കൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്താൽ വീണ്ടും ആ ടൂൾസ് വരും. ഈ ഓഡിയോ പോലെ തന്നെ മൂവീസ് ഉണ്ട് ഇവിടെ, അതും നമ്മൾ ആദ്യം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് പ്ലേ ചെയ്യാവുന്നതാണ്. അതിനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇനി അതും വേണ്ട എങ്കിൽ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇത് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഈ ഹോമിലേക്ക് പോകുന്നു. പിക്ചേഴ്സ് കാണിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതും ഇങ്ങനെ ക്ലോസ് ചെയ്യാം, ഹോമിലേക്ക് തിരിച്ചു പോകാം. പിന്നെ അതുപോലെ തന്നെ ആനിമേഷൻസ് ഇവിടെ ഉണ്ട്, ഇൻറ്ററാക്ഷൻ നമുക്ക് കാണാതെ. ഇനി നമ്മൾ അടുത്തതായി ഉപയോഗിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ആപ്സ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ടൂൾസ് നമുക്ക് കാണാം. ഇതിൽ ചിലത് മാത്രം നമുക്കിപ്പോൾ ഒന്ന് പറയാം. ഇവിടെ ഒരു വിക്കിക്ഷണറി എന്ന് പറയുന്നൊരു ടൂളുണ്ട്. ഇത് ഒരു ഡിക്ഷണറിയാണ്. ഒരു വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അത് സെർച്ച് ചെയ്യാം. ഇത് ഓൺലൈൻ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വരും. ഇത് വളരെ സൗകര്യമുള്ള, ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാവുന്ന ഒരു ടൂളാണ് ഇതിനകത്തുള്ള. അതിവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ വിക്കിപീഡിയ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വേറൊരു വലിയ പ്രത്യേകത. ഇതിൻ്റെ വിക്കിപീഡിയ എടുത്ത് ഇങ്ങോട്ടിടാം. ഇതിനകത്ത് നമ്മളൊരു വേർഡ് അടിച്ചിട്ട് സെർച്ച് ചെയ്യുകയാണ്, അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വന്ന് കാണാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും കാണിക്കണമെങ്കിൽ ഇവിടെയുള്ള ഈ ടൂൾ ഉപയോഗിക്കാം. ഇനി അടുത്തത് മറ്റൊരു ടൂളാണ്. ഇതുപോലെ തന്നെ സെർച്ച് ചെയ്യാനുള്ള വെബ് ബ്രൗസറിൻ്റെ ഒരു ടൂളാണ്. അടുത്തത് ഒരു വീഡിയോ പിക്കറാണ്. വീഡിയോ നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഇവിടെ ഒരു സ്റ്റോപ്പ് വാച്ചാണുള്ളത്. ഇതും നമുക്ക് സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടുന്ന് ചെയ്യാവുന്നതാണ്. ഇവിടെ QR കോഡ് റീഡർ ഉണ്ട്. ഇവിടെ
ഓപ്പൺ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു ടൂളാണിത്. ഇത് നമുക്കിപ്പോൾ നമ്മുടെ കോഴിക്കോട് ഒന്ന് കാണണമെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് വന്നു. ഇനി അത് സൂം ചെയ്യാം. ഇവിടെ പ്ലസ് ഉപയോഗിച്ച് സൂം ചെയ്യാം. കോഴിക്കോട്, കല്ലായി, മാങ്കാവ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ അതിനകത്ത് നമുക്ക് ഈ ഹൈലൈറ്റർ ടൂൾ ഉപയോഗിച്ചിട്ട് വരയ്ക്കാം. ഇനി ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് കാണിക്കാം. അതൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നോട്ട്സ് എഴുതി വെക്കാനുള്ള ഒരു ടൂളാണ്. ഇതെടുത്ത് ഇവിടെ വെച്ചിട്ട് ഇവിടെ നമുക്ക് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. വളരെ ഉപകാരപ്രദമായ ടൂളാണ്. അതുപോലെ HTML, ഇവിടെ ടൈം, നമ്മുടെ ടൈം ഇപ്പോൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലോക്ക് കാണണമെങ്കിൽ ഇതെടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചാൽ മതി. ഓൺലൈൻ ആയതുകൊണ്ട് കറക്റ്റ് ടൈം എപ്പോഴും കാണിക്കും. ഇനി ഇവിടെ മറ്റൊരു ടൂള് കാണാം, ഗൂഗിൾ. ഇവിടെ ലോകത്തുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഇവിടെ കാണിക്കുന്നു. ഗൂഗിൾ മാപ്സ് ആണിത്. നമുക്ക് നമ്മുടെ ഇന്ത്യ എടുത്തു വെച്ചിട്ട് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥലവും കാണാവുന്നതാണ്. ജോഗ്രഫി ടീച്ചേഴ്സിനൊക്കെ വളരെയേറെ ഉപയോഗിക്കാൻ പറ്റുന്ന. ഇതുപോലെ തന്നെ ഇത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്കിവിടെ ഇതുപോലെ തന്നെ അടുത്തൊരു ടൂള്, ഓരോ വൻകരയുടെ മുകളിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വൻകര മാത്രം ഇങ്ങനെ വരും. വേൾഡ് മാപ്പ് സൈഡിലേക്ക് പോകും. എന്നിട്ട് ഇത് നമുക്ക് പഠിപ്പിക്കാം. അതിൽ ഓരോ രാജ്യത്തിൻ്റെ അടുത്തേക്ക്, അർജൻറ്റീന, ബൊളീവിയ, ഓരോ രാജ്യത്തിൻ്റെ അടുത്തേക്ക് പോകാം. തിരിച്ചിങ്ങനെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഏഷ്യ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ഇന്ത്യ, സൗദി അറേബ്യ, ഇങ്ങനെ നമുക്ക് കാണാം. ഇനി ഇവിടെ ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. അതെടുത്ത് വെച്ചിട്ട് നമുക്ക് ഇത് ഈ സൈഡ് ഗ്രേ ലൈനിൽ പിടിച്ചിട്ടാണ് നമ്മളിത് മൂവ് ചെയ്യിക്കുന്നത്. എല്ലാ ടൂളും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഇത് കാൽക്കുലേറ്ററായിട്ട് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റും. കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. അടുത്തതാണ് മാത്സിൻ്റെ ടീച്ചേഴ്സിനുള്ള ടൂളുകൾ. ട്രയാങ്കിൾ കാണാം, ചെറുതാക്കാം, ഇങ്ങനെ തിരിക്കാം, ഈ മാർക്കിൽ പിടിച്ച് ഇങ്ങനെ തിരിക്കാം. എന്നിട്ട് നമുക്കിവിടെ ലൈൻ വരയ്ക്കാനുള്ള സംവിധാനമുണ്ട്. അത് വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇതെങ്ങനെ ലൈൻ വരയ്ക്കാമെന്ന്. ഇങ്ങനെ നമുക്ക് ലൈൻസ് വരച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കൂടെ ലൈൻ വരയ്ക്കാം. ഇനി നമുക്ക് ഈ സെലക്ഷൻ ടൂൾ തന്നെ എടുത്തിട്ട് ഇത് സെലക്ട് ചെയ്ത് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യാം. ഇനി അടുത്തതാണ് പ്രൊട്രാക്ടർ. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അളക്കാനൊക്കെ ഉപയോഗിക്കാം. ഇത് വേണമെങ്കിൽ വലുതാക്കാം, ഇത് വേണമെങ്കിൽ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കാം. ആവശ്യമുള്ളതുപോലെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളതുപോലെ ഇതിനെ ഉപയോഗിക്കാം. അടുത്തതാണ് കോമ്പസ്. ഈ കോമ്പസിനെ നമുക്ക് ഇവിടെ പിടിച്ചിട്ട് വലുതാക്കാം, ചെറുതാക്കാം ഒക്കെ ചെയ്യാം. എന്നിട്ട് ഈ കോർണറിൽ പിടിച്ചിട്ട് നമുക്കിങ്ങനെ ഒരു വൃത്തം വരയ്ക്കാം. എളുപ്പമാണ്. ഇനി ഇതും ഇതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തെടുക്കാം. വൃത്തം കിട്ടി. ഇനി നമുക്കിവിടെ ഒരു റൂളറുണ്ട്. ഈ റൂളർ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ വൃത്തത്തിൻ്റെ മധ്യത്തിലൂടെ ഒരു ലൈൻ ഇടാം. ഇവിടെ ലൈൻ എടുക്കുക. ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ സെലക്ഷൻ എടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ ലൈൻ വരും. അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ എല്ലാം വരച്ചെടുക്കാവുന്ന ഒരു ടൂളാണിത്. ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ ഹോമിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ വേണ്ട ആപ്ലിക്കേഷനാണ്. ഇനി ഇവിടെ മറ്റൊരു ഭാഗം കാണാം. ഇവിടെ ഒരുപാട് ഷേപ്പുകൾ നമുക്ക് വരച്ചെടുക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇങ്ങനെയൊരു ഷേപ്പ് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. എന്നിട്ടത് ഇങ്ങനെ പിടിച്ച് വലുതാക്കാം. അതുപോലെ ഒരു റൗണ്ടാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ എടുത്ത് വെക്കാം. എന്നിട്ട് അത് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ച് വലുതാക്കാം. ഇതാ ഒരു ഡയലോഗ് ബോക്സാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഏതും നമുക്ക് ഒരുപാട് ടൂൾസ്, ഒരുപാട് തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി കഴിയും. ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വീണ്ടും ഹോമിലേക്ക് പോവുകയാണ്. ഇനി ഇൻ്ററാക്റ്റീവ് എന്ന് പറയുന്ന മറ്റൊരു സംഭവം ഇതിനകത്ത് കാണാം. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെയാണ് കുറേ ടൂളുകൾ വേറെ കാണുന്നത്. അതിൽ നമുക്ക്
ചില ടൂളുകളൊന്ന് പരിശോധിച്ച് നോക്കാം. ടേബിൾ, ഇതിനകത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് ടേബിളുകൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ചോദ്യം പോലെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വർക്ക് ഷീറ്റ് പോലെ സെറ്റ് ചെയ്യാം. അതിനുള്ള സ്പേസുകളാണിതൊക്കെ. വെയ് ചെയ്യുന്നതിനെക്കുറിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇത് 5 കിലോ, ഇവിടെ 20 കിലോ ഉള്ളത്, 10 കിലോസ്, 15, 20 ആകുമ്പോൾ കറക്റ്റായി. അത് എഡിറ്റ് ചെയ്യാം. നമുക്കിതെടുത്ത് മാറ്റിയിട്ട് ഇവിടെ ഒരു 50 കിലോ കൊടുക്കാം. എന്നിട്ട് ഇവിടെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത. ഇങ്ങനെ നമുക്ക് മാറ്റി കൊടുക്കാം ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് ചൂസ് ദ റൈറ്റ് ആൻസർ, ഒരു ചോദ്യം കൊടുത്തിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ എഡിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ അപാരമായ സാധ്യതകളുള്ള ഒരുപാട് ടൂളുകൾ നിറഞ്ഞ ഒരു സോഫ്റ്റ്വെയറാണ് ഈ ഓപ്പൺ ബോർഡ് എന്ന് പറയുന്നത്. അത് ഒരു സബ്ജക്റ്റിന് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റുകൾക്കും ഇത് ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മനോഹരമായ ഒരു ക്ലാസ്സായി മാറും. സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ച് എങ്ങനെ ഭംഗിയായി ഈ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാമെന്നുള്ളത് നമ്മൾ അടുത്ത ഒരു എപ്പിസോഡിൽ കാണും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക, ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ഒരു എപ്പിസോഡിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതും PDF പേജുകൾ കട്ട് ചെയ്യുന്നതും നമുക്ക് കാണാം. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.